പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കോഡുകൾ ഉപയോഗിച്ചിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ അതുപോലെ വൈസ്രോയി ഇവരുടെ കാലത്ത് നടന്ന പ്രധാന സംഭവങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഒരു ഒന്നോ രണ്ടോ തവണ വായിക്കുമ്പോൾ തന്നെ ഇത് എങ്ങനെയെങ്കിലും തലയിൽ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നമുക്ക് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. എൻ്റേതായിട്ടുള്ള കണക്ഷൻസ് ആണ്. അപ്പം അത് പ്രത്യേകിച്ച് ലോജിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ടേംസ് ആ വേർഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം മാത്രമേ നമ്മളവിടെ ഉദ്ദേശിക്കുകയുള്ളൂ. ഇതായിട്ട് ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല. നമുക്കത് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് കഴിയുമ്പോൾ എല്ലാത്തിനും നമ്മൾ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ചിലത് അത്ര പെർഫെക്റ്റ് ആയിക്കോളണമെന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിലും നല്ലത് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ, എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ ആ രീതിയിലും എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? ഉത്തരം മേയോ പ്രഭുവാണ്. മേയോ പ്രഭു. ഞാനത് ജസ്റ്റ് ഓർത്ത് വയ്ക്കാനായിട്ട്, നമ്മളെ ശരീരത്തിന് നമ്മൾ മെയ് എന്ന് പറയല്ലോ. സെൻസസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം എടുക്കലാണ്. അപ്പം മെയ് എണ്ണുക എന്നുള്ള രീതിയിലാണ് ഞാനത് കണക്ട് ചെയ്ത് വെച്ചത്. നമ്മുടെ ശരീരത്തിന് നമ്മൾ വേറെ ടേംസിൽ മെയ് എന്ന് പറയുന്നു. അപ്പം സെൻസസ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം എടുക്കുന്നു, ശരീരത്തിൻ്റെ എണ്ണങ്ങൾ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ കണക്ട് ചെയ്ത് വെച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷിനെ അംഗീകരിച്ച ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷിനെ അംഗീകരിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ്. വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ഇംഗ്ലീഷിനെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ച ഗവർണർ ജനറൽ. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്ത് വെക്കാനായിട്ട്, നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പം ENGLISH, അതുപോലെ ബെൻഡിക് എന്നുള്ളതിലും ഒരു EN കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു EN ഉണ്ട്, ബെൻഡിക്കിൽ BEN, അവിടെ ഒരു EN ഉണ്ട്. അപ്പം ഇംഗ്ലീഷ് EN, ബെൻഡിക്ക് ഇംഗ്ലീഷ് എന്നുള്ള രീതിയിലാണ് ഞാനവിടെ ഓർത്ത് വെച്ചത്. മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ വധിക്കപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വധിക്കപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭുവാണ്. നമ്മളവിടെ നമ്മൾ മരിക്കുക എന്നുള്ളതിന് മയ്യത്താവുക എന്നുള്ള രീതിയിലുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറല്ലോ. അപ്പോൾ മയ്യത്തായി എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ മേയോ പ്രഭു, അപ്പോൾ അവിടെ മയ്യത്തായി എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. നാലാമത്തെ ചോദ്യം, നാലാം മൈസൂർ യുദ്ധം നടന്ന സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? നാലാം മൈസൂർ യുദ്ധം നടന്ന സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭു. അപ്പം ഞാനത് എൻ്റേതായിട്ടുള്ളൊരു അനുഭവം വെച്ചിട്ടാണ് ഞാനത് ഓർത്ത് വെച്ചത്. അപ്പം ഞാൻ മൈസൂർ കുറച്ച് ദിവസം ഒരു ടൂർ പോയിരുന്നു. അപ്പം അത് 4 ദിവസമായിരുന്നു പോയത്. അപ്പം നമ്മൾ 4 ദിവസമാണ് ആ ഒരു യാത്രയ്ക്ക് എടുത്തത്. അപ്പം 4 ദിവസം മൈസൂരിൽ വിലസി നടന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തത്. 4 ദിവസം മൈസൂരിൽ വിലസി നടന്നു. അപ്പം വിലസി എന്നുള്ള വെല്ലസ്ലി കിട്ടി, നാലാം മൈസൂർ യുദ്ധം എന്നും കിട്ടി. അപ്പോൾ നമ്മളൊരു ലൈഫിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓർത്ത് വെക്കാവുന്ന രീതിയിലും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഒരു ഡെയിലി എക്സ്പീരിയൻസിലാണ് അത്. നാലാം മൈസൂർ യുദ്ധം നടന്ന സമയത്ത് വെല്ലസ്ലി പ്രഭു ആയിരുന്നു ഗവർണർ ജനറൽ എന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യയിലെ തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു. അപ്പോൾ നമ്മൾ ഈ റിപ്പർ എന്ന് പറയുന്ന ഒരു കില്ലറെ പറ്റി കുറേ വീഡിയോസൊക്കെ നിങ്ങൾ പേപ്പറിലൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അയാളുടെ ഉദ്ദേശം എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചത്. അയാളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ കൊല്ലുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ ഒരേ പ്രാസം വരുന്നതാണല്ലോ. അപ്പോൾ റിപ്പറിൻ്റെ ഉദ്ദേശം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ആ വീഡിയോസിൽ ഇങ്ങനെ കേൾക്കുന്നു. അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലുന്നു, അവിടെ റോബറി നടത്തുന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. അപ്പം ഇവിടെ തദ്ദേശം റിപ്പൺ എന്നുള്ള രീതിയിൽ ആ ഒരു ടേം വെച്ച് ഒന്ന് കണക്ട് ചെയ്താണ്. അപ്പോൾ അവിടെ റിപ്പൺ തദ്ദേശം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, സെമീന്ദാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഗവർണർ ജനറൽ ആരാണ്?
കോൺവാലിസ് ആണ്. കോൺവാലിസ് പ്രഭുവാണ് സെമീന്ദാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഗവർണർ ജനറൽ. അപ്പോൾ നമ്മളത് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ ഒരു സെമി ഫൈനലൊക്കെ കളിക്കുമ്പോൾ ഒരു കോണിൽ നിന്നാണ് ഓടാൻ തുടങ്ങുക. ഒരു ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് നിന്നാണല്ലോ നമ്മൾ ഓടുന്ന സമയത്ത്. സെമി ഫൈനലൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കോണിൽ നിന്ന്, ഇപ്പോൾ നമ്മളിവിടെ വോളിബോൾ കളിക്കുന്ന സമയത്തൊക്കെ ഒരു കോർണറിൽ നിന്നാണ് നമ്മൾ ബോൾ സെർവ് ചെയ്യുക. അപ്പം ഈ ഒരു കോണ് എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെമീന്ദാരി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് കോൺവാലിസ് എന്നുള്ളത് നമുക്ക് ഓർത്ത് വെക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാം മറാഠ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? ഹേസ്റ്റിംഗ് പ്രഭുവാണ്. മൂന്നാം മറാഠ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ഹേസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരാളെ നമ്മൾ ഹെയ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് മാറൂല. ഒരാളെ നമ്മൾ ഹെയ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഹേസ്റ്റിംഗ് എന്നുള്ളത്, ഇപ്പോൾ ഐ ഹേറ്റ് യു എന്ന് പറയുമ്പം ഒരിക്കലും ഇനി ആ വെറുപ്പ് മാറില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഹേസ്റ്റിംഗ് മറാഠ യുദ്ധം നടക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. എട്ടാമത്തെ ചോദ്യം, വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരുടെ കാലത്താണ്? വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ലിട്ടൻ പ്രഭുവിൻ്റെ കാലത്താണ്. ലിട്ടൻ പ്രഭു. അപ്പോൾ ഞാനത് ആലോചിക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് വെച്ചത്, ഇപ്പോൾ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തിയാവാണ്. ആ സമയത്ത് ലിറ്റർ കണക്കിന് മദ്യമാണ് ഇവർക്ക് കൊടുത്തതെന്നുള്ള രീതിയിൽ, ലിറ്റർ കണക്കിന് മദ്യം കൊടുത്ത് ഒരു കൈക്കൂലി കൊടുത്തിട്ടാണ് രാജ്ഞി പട്ടം നേടിയെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെച്ചാണ്. അപ്പം ലിറ്റർ കണക്കിന് മദ്യം കൊടുത്തിട്ടാണ് വിക്ടോറിയ രാജ്ഞി ആ ഒരു സ്ഥാനം അടിച്ചെടുത്തതെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ലിട്ടൻ പ്രഭുവാണ് വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തിയായി ഉള്ള സമയത്ത് ഗവർണർ ജനറൽ എന്നുള്ളത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഒമ്പതാമത്തെ ചോദ്യം, സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് ആണ്. എല്ലാവർക്കും അറിയുന്നതാണ് കോൺവാലിസിന്. ഇൻ കേസ് ഒരു സംശയം വരികയാണെങ്കിൽ നമ്മളവിടെ വില്ല് വാല് എന്നുള്ളത് ആലോചിച്ചാൽ മതി. സിവിൽ കോൺവാലിസ്, വാല് വില്ല് എന്നുള്ള രീതിയിൽ ഒരു സിമിലാരിറ്റി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. പത്താമത്തെ ചോദ്യം, ഗവർണർ ജനറൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി കോൺവാലിസ് പ്രഭുവാണ്. ഗവർണർ ജനറൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി കോൺവാലിസ് ആണ്. അങ്ങനെ തന്നെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. 11ാമത്തെ ചോദ്യം, ആരുടെ ഭരണകാലത്താണ് ഒന്നാം സിഖ് യുദ്ധം നടന്നത്? ഹാർഡിഞ്ച് പ്രഭു ഒന്നാമനാണ്. ആരുടെ ഭരണകാലത്താണ് ഒന്നാം സിഖ് യുദ്ധം നടന്നത്? ഹാർഡിഞ്ച് പ്രഭു ഒന്നാമൻ്റെ കാലത്താണ്. അപ്പോൾ ഞാനത് ഓർത്ത് വെക്കാനായിട്ട്, നമ്മൾ അസുഖം വരുമ്പോൾ നമുക്ക് സിക്ക് എന്ന് പറയില്ല, സിക്ക് എന്ന് പറഞ്ഞാൽ അസുഖം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഹാർഡായിട്ടുള്ള ഭക്ഷണം കഴിക്കും, ലൈറ്റായിട്ട് കഞ്ഞി ഒക്കെയാണ് കുടിക്കുക. അപ്പം ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നത്. സിക്ക് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഹാർഡായിട്ടുള്ള ഫുഡൊന്നും കഴിക്കില്ല എന്നുള്ള രീതിയിൽ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം സിഖ് യുദ്ധം നടന്നത് ഹാർഡിഞ്ച് പ്രഭുവിൻ്റെ കാലത്താണുള്ളത് ഓർത്ത് വെക്കാൻ പറ്റും. 12ാമത്തെ ചോദ്യം, മദ്രാസ് പ്രസിഡൻസി രൂപീകരിക്കപ്പെട്ടത് ആരുടെ ഭരണകാലത്താണ്? മദ്രാസ് പ്രസിഡൻസി രൂപീകരിക്കപ്പെട്ടത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭു. അപ്പോൾ ഈ ഒരു പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വെല്ലുവിളി ഏറിയ കാര്യമാണെന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ചാൽ നമുക്കവിടെ വെല്ലസ്ലി ആണെന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും. നല്ല വെല്ലുവിളി ഏറിയിട്ടുള്ളൊരു ടാസ്ക്കാണ് മദ്രാസ് പ്രസിഡൻസി രൂപീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം നമ്മൾ വെല്ലുവിളി എന്ന് ആലോചിച്ചാൽ വെല്ലസ്ലി കിട്ടും. 13ാമത്തെ ചോദ്യം, ബോംബെ, മദ്രാസ്, കൽക്കത്ത എന്നിവിടങ്ങളിൽ സർവകലാശാല സ്ഥാപിച്ച വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭു. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നന്നായി സ്കാൻ ചെയ്യും. നമ്മൾ സ്കാൻ ചെയ്ത് അത്രയും കൺഫേം ആക്കിയിട്ട് അവിടെ സ്ഥാപിക്കുകയുള്ളൂ. ബോംബെ, മദ്രാസ്, കൽക്കത്ത ഇവിടെയൊക്കെ സർവകലാശാല ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് സ്കാൻ ചെയ്യണം. ആ സ്ഥലം ഓക്കെ ആണോ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മളവിടെ മദ്രാസ്, കൽക്കത്ത, ബോംബെയിലൊക്കെ സർവകലാശാല സ്ഥാപിച്ചത്. അപ്പോൾ നമുക്ക് കാനിങ് പ്രഭു എന്നുള്ളത് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. 14ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഓർത്ത് വെക്കണേ. പടത്തിനൊക്കെ പോകുമ്പോൾ 2 പോപ്കോൺ. ഇപ്പോൾ കോൺവാലിസ് എന്നുള്ള കോൺ ഉണ്ടല്ലോ, നമ്മൾ തിയേറ്ററിൽ പടത്തിന് പോയി കഴിഞ്ഞാൽ 2 പോപ്കോൺ, 2 കോൺ ഐസ്ക്രീം എന്നൊക്കെ രീതി പറയില്ല. നമ്മളധികം ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് അധികം പടത്തിന്. ഒറ്റയ്ക്ക് പടത്തിന് പോകുന്നവർ റെയറാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും പോകുന്നത് 2 ആളായിട്ടാണ് ഞങ്ങൾ പോകല്. ബൈക്ക് എടുക്കുന്നു, 2 ആളങ്ങ് പോകുന്നു, ആ രീതിയിലാണ്. അപ്പോൾ 2 പോപ്കോൺ അല്ലെങ്കിൽ 2 കോൺ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അതാണ് ഞാൻ അവിടെ കണക്ട് ചെയ്ത് വെച്ചത്. അപ്പം രണ്ടാമത്തെ ഗവർണർ ജനറൽ കോൺവാലിസ് എന്നുള്ളത് അവിടെ ആ രീതിയിൽ ഓർത്ത് വെച്ചു. 15ാമത്തെ ചോദ്യം, ബോംബെ പ്രസിഡൻസി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്?
ബോംബെ പ്രസിഡൻസി സ്ഥാപിതമായത് വാരൻ ഹേസ്റ്റിംഗ് പ്രഭുവിൻ്റെ കാലത്താണ്. വാരൻ ഹേസ്റ്റിംഗ്. അപ്പം അത് ആലോചിച്ച് വെച്ചത്, ഇപ്പം നമ്മൾ ബോംബെ എന്നുള്ളത് ബോംബ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അവിടെ നമ്മൾ പ്രസിഡന്റിനെ ബോംബ് വെച്ച് വധിക്കാൻ ശ്രമിച്ച ആളെ വാറണ്ടുമായി വന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാകുമ്പോൾ വാരൻ ഹേസ്റ്റിംഗ്. വാറണ്ട് എന്നുള്ളത് അവിടെ നമുക്ക് വാരൻ ഹേസ്റ്റിംഗ് പിടിക്കാൻ പറ്റും. അപ്പോൾ പ്രസിഡന്റിനെ ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ച ആളെ നമ്മൾ പോലീസ് വാറണ്ടുമായി വന്ന് അറസ്റ്റ് ചെയ്തു. ജനങ്ങളെല്ലാവരും അയാളെ ഹെയ്റ്റ് ചെയ്തു, അയാളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ശ്രമിച്ച ഒരാളെ നമ്മൾ ഹെയ്റ്റ് ചെയ്യല്ലോ, ആ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ അപ്പോൾ ബോംബെ പ്രസിഡൻസി വാരൻ ഹേസ്റ്റിംഗ് എന്നുള്ളത് ഓർത്ത് വെക്കാം. 16-ാമത്തെ ചോദ്യം, ഇന്ത്യൻ കൗൺസിലിംഗ് ആക്ട് പാസ്സായത് ആരുടെ കാലത്താണ്? ഇന്ത്യൻ കൗൺസിലിംഗ് ആക്ട് പാസ്സായത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭു. അപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് ഒന്ന് സ്കാൻ ചെയ്യും, എന്തെങ്കിലും മാനസിക പ്രശ്നമാകുമ്പോൾ അയാൾക്ക് ഈ തലച്ചോറിന് എന്തെങ്കിലും ആഘാതം സംഭവിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ ഇന്ത്യൻ കൗൺസിലിംഗ് ആക്ട് പാസ്സായത് കാനിങ് പ്രഭുവിൻ്റെ കാലത്ത്. നമ്മൾ സ്കാൻ ആലോചിക്കുക, കൗൺസിലിംഗ് സ്കാനിങ് ഒക്കെ നമ്മൾ മെഡിക്കലി നമ്മൾ ഒരുമിച്ച് വരുന്ന ടേംസാണിത്. 1861 കാനിങ് പ്രഭു ഇത് പാസ്സാക്കിയത്. ഇനി 17-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയ വ്യക്തി വാരൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയ വ്യക്തി വാരൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പം നമ്മൾ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്ന രീതിയിൽ നമ്മൾ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് കാലം ദൈവം വാഴാൻ സമ്മതിക്കുന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഗവർണർ ജനറൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയത് വാരൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഹേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നുള്ള രീതി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ഓർത്ത് വെക്കാം. 18-ാമത്തെ ചോദ്യം, 1778 മുതൽ 82 വരെയുള്ള കാലത്ത് ഒന്നാം മറാഠ യുദ്ധം നടക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പോൾ വാരൻ ഹേസ്റ്റിംഗ് ആണ് ഈ യുദ്ധം നടക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഓർത്ത് വെക്കാം. അപ്പോൾ അവിടെ അയാൾ ഓടുന്ന രീതിയിൽ ആലോചിക്കുക. വാരൻ എന്നുള്ളത് റണ്ണുണ്ടല്ലോ, വാരൻ എന്നുള്ളതിൽ ഒരു റണ്ണ് കിടപ്പുണ്ട്. അപ്പം ഒന്നാം മറാഠ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ഓടി രക്ഷപ്പെടുകയാണ്, വാരൻ റൺ ചെയ്ത് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ വാരൻ ഹേസ്റ്റിംഗ്. അയാൾക്ക് യുദ്ധമൊന്നും ഇഷ്ടമല്ല, അയാൾ ഹേറ്റ് ചെയ്യുന്നു, അയാൾ റൺ ചെയ്തു. ആ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നാം മറാഠ യുദ്ധം നടക്കുമ്പോൾ വാരൻ ഹേസ്റ്റിംഗ് ആണെന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഇനി 19-ാമത്തെ ചോദ്യം നമുക്ക് അതുപോലെ തന്നെ കണക്ട് ചെയ്യാം. 1780-84 കാലഘട്ടത്തിൽ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറലും വാരൻ ഹേസ്റ്റിംഗ് ആണ്. പുള്ളി അവിടെയും ഓടി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. 20-ാമത്തെ ചോദ്യം, കൽക്കത്തയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ്. കൽക്കത്തയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. അപ്പോൾ ഞാനത് ആലോചിച്ചത്, ഈ കൽക്കത്ത എന്നുള്ളത് കല്ല് കൊത്തുക എന്നുള്ളൊരു രീതിയിൽ ആലോചിക്കും. കൽക്കത്തയിൽ അപ്പോൾ കല്ല് കൊത്തിയ സമയത്ത് അയാൾക്ക് ഊര ബെൻഡായി. ഊര ബെൻഡായിട്ട് നമ്മുടെ ബാക്ക് പെയിൻ വരുമല്ലോ, അങ്ങനെ അയാൾ ബെൻഡായ സമയത്ത് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. കല്ല് കൊത്താൻ പോയപ്പോൾ നമ്മൾ ഊര ബെൻഡായപ്പോൾ ആശുപത്രി മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഇനി 21-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി തൊഴിൽ നിയമങ്ങൾക്ക് രൂപം നൽകിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിൽ നിയമങ്ങൾക്ക് രൂപം നൽകിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. അപ്പം നമ്മൾ അത് ഓർക്കാൻ, റിപ്പൺ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആറാണല്ലോ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ രൂപേൻ്റെ ചിഹ്നം നമ്മൾ RS എന്നുള്ള രീതിയിലും പിന്നെ ഹിന്ദിയിൽ ആർ എന്നുള്ള രീതിയിലാണല്ലോ. അപ്പം തൊഴിലിന് പോയാലേ രൂപ കിട്ടുള്ളൂ. പൈസ കിട്ടണമെങ്കിൽ നമ്മൾ തൊഴിലിന് പോകണം. അപ്പോൾ തൊഴിൽ നിയമങ്ങൾ റിപ്പൺ പ്രഭു 6 എന്നുള്ള രീതിയിൽ അവിടെ ആലോചിച്ച് വെക്കുക. ഇനി പണ്ണുള്ളത് ആരെ ബണ്ണ് കഴിക്കുക, ബണ്ണ് മേടിക്കണമെങ്കിൽ തൊഴിലിന് പോകണം എന്നുള്ള രീതിയിൽ ആലോചിച്ചാലും മതി. 22-ാമത്തെ ചോദ്യം, 1882 പ്രാദേശിക പത്ര നിയമം റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു, റിപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പർ എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അയാളൊരു കുറ്റവാളിയാണ്. അപ്പോൾ അയാൾ റദ്ദാക്കുക. അപ്പോൾ അയാൾ അങ്ങനത്തെ ആളുകളാണല്ലോ ഓരോന്ന് റദ്ദാക്കുക. ഈ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള രീതിയിൽ, റിപ്പർ എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രാദേശിക പത്രം ആലോചിക്കണമെങ്കിൽ നമുക്ക് ആലോചിക്കാം, റിപ്പറൊക്കെ ചുറ്റിക വെച്ചിട്ടായിരുന്നു അടിക്കൽ, പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുപോലായിരുന്നു എന്ന രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ അത് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി 23, ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഓട്ട മത്സരങ്ങളാണല്ലോ, വട്ടത്തിൽ ഓടുന്നത് കണ്ടിട്ടില്ല, വട്ടത്തിൽ ഓടിയിട്ടാണല്ലോ വിന്നാവുക. അപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടണം. ഒന്നാം സ്ഥാനം ഇങ്ങനെ വട്ടത്തിൽ ഓടിയിട്ട് വിന്നാവുക എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ ഒന്നാം വട്ടമേശ സമ്മേളനം വിൻ അവിടെ വിന്ന് കിട്ടും.
24-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈസ്രോയി അല്ലേ ആദ്യത്തെ വൈസ്രോയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും അസുഖത്തിന് പോയി കഴിഞ്ഞാൽ ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറയും. നമ്മൾ എന്തിനാണ് എന്താണ് അതിൻ്റെ ആവശ്യം? വെറുതെ ഞങ്ങൾ അനാവശ്യമായിട്ട് ബില്ല് കൂട്ടി എന്നുള്ള പരിപാടിയല്ലാതെ അതിൻ്റെ ആവശ്യം ഉണ്ടെന്നുള്ള രീതിയിൽ ചോദിക്കില്ല. വൈസ്രോയി കാനിങ് പ്രഭു. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. വെച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ എന്തിനാണ് സ്കാനിങ്? അപ്പോൾ സ്കാനിങ് ചോദിക്കുമ്പോൾ അങ്ങനെ രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ ആലോചിച്ചാൽ അവിടെ കിട്ടും. 25-ാമത്തെ ചോദ്യം, 1920 ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ചെംഫോർഡ് പ്രഭുവാണ്. 1920 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ വൈസ്രോയി ചെംഫോർഡ് പ്രഭുവാണ്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആലോചിച്ചു, നമ്മൾ ഫോർഡിൻ്റെ കാറുകളുണ്ടല്ലോ, ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്, ഫോർഡ്, ഫിഗോ, കുറേ കാറുകളുണ്ടല്ലോ. അപ്പം നമ്മൾ ഗാന്ധിജി ഇതിന് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ വണ്ടി സ്പോൺസർ ചെയ്തു. പുള്ളിക്ക് ഫോർഡ് കാറുകൾ കുറേ യാത്ര ചെയ്യാനായിട്ട്. പക്ഷേ പുള്ളി നടന്നിട്ട് പോയി എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ ഫോർഡ് കാറുകൾ ഒരുപാട് സ്പോൺസർ ചെയ്തു ഈ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പം അവിടെ ആ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വൈസ്രോയി ചെംഫോർഡ് പ്രഭു എന്നുള്ളത് ആലോചിക്കാം. അപ്പം 26-ാമത്തെ ചോദ്യം, ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ച് പ്രഭു രണ്ടാമനാണ് ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി. അപ്പം ഹാർഡിഞ്ച് ഹിന്ദു, രണ്ടും ഹാ എന്നുള്ള ഒരു ടേംസിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഹാർഡിഞ്ച് ഹിന്ദു ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ അവിടെ ഈസി ആയിട്ട് കിട്ടും. 27-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യ വനിതാ സർവകലാശാല ആരുടെ കാലത്താണ് സ്ഥാപിച്ചത്? ഉത്തരം ചെംഫോർഡ് പ്രഭുവാണ്. അപ്പോൾ ചെംഫോർഡ് പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. അപ്പം നമുക്കറിയാം പണ്ടൊക്കെ സ്ത്രീകൾക്ക് തീരെ സമൂഹത്തിലൊരു പ്രയോറിറ്റി കുറവുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല വരുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എന്ന് പറയില്ല, അതിൻ്റെ ആവശ്യം നമ്മൾ എന്ന് പറയില്ല, ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിൽ. അപ്പോൾ എന്നുള്ളത് ചെംഫോർഡ് പ്രഭു എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല ചെംഫോർഡ് പ്രഭുവിൻ്റെ കാലത്താണ് ആരംഭിച്ചതെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത്, 1925 രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിക്കുന്ന സമയത്ത് വൈസ്രോയി ആരാണ്? ഉത്തരം റീഡിംഗ് പ്രഭുവാണ്. അപ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS. അപ്പോൾ 6 ആരംഭിക്കുന്നത് റീഡിംഗ് പ്രഭുവാണ്. അപ്പോൾ 6 തുടങ്ങുന്നത് രണ്ടും. രാഷ്ട്രീയ എന്ന് പറയുമ്പം 6 തുടങ്ങുന്നു, റീഡിംഗ് പ്രഭു എന്ന് പറയുമ്പോഴും 6 തുടങ്ങുന്നു. അപ്പോൾ അവിടെ നമുക്ക് രണ്ടും ഒരേ ലെറ്റർ വെച്ചിട്ട് ആ ഒരു സിമിലാരിറ്റി നോക്കി കണക്ട് ചെയ്യാം. അടുത്തത്, 29-ാമത്തെ ചോദ്യം, കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി കമ്മ്യൂണൽ എന്നുള്ളത് അതിൽ മണലുണ്ടല്ലോ, മണൽ, ആ മണൽ ടണ്ണ് കണക്കിനാണ്. ഒരു വീടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ടൺ കണക്കിന് മണൽ വേണമെന്നുള്ളതാണ് വില്ലിംഗ്ടൺ. അപ്പം വില്ലിംഗ്ടൺ പ്രഭു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു. അപ്പം കമ്മ്യൂണലിലുള്ള ആ മണലെടുക്കുക, അതുപോലെ വില്ലിംഗ്ടണിൽ ടണ്ണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ടൺ കണക്കിന് മണൽ എന്തായാലും ഇറക്കുമല്ലോ, ആ രീതിയിൽ ഓർത്ത് വെക്കുക. 30-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയ ഏക ജൂതവംശജൻ റീഡിംഗ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയ ഏക ജൂതവംശജൻ റീഡിംഗ് പ്രഭുവാണ്. അപ്പം ഞാൻ അവിടെ ജസ്റ്റ് കണക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സിമിലാരിറ്റി മാത്രമാണ്. അപ്പം നമ്മൾ ജൂതവംശം എന്നുള്ളത് നമ്മൾ ഊതുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്തു. ഞാൻ പൊതുവെ പണ്ട് വീട്ടിൽ കറണ്ടൊക്കെ കിട്ടുന്നതിന് മുമ്പ് റീഡിങ് വായിക്കുന്ന സമയത്ത് നമ്മളെ അനിയൻ വന്നിട്ട് വിളക്ക് ഊതിക്കളിയായിരുന്നു. ഞാനത് വായിക്കുന്ന സമയത്ത് ഓന് ഭയങ്കര ഇഷ്ടമായിരുന്നു വിളക്ക് ഇങ്ങനെ ഊതി കത്തിക്കാൻ. അപ്പോൾ ജൂത എന്നുള്ള ഊതുക എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നു. അപ്പം അവിടെ റീഡിങ് എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ റീഡിങ് പ്രഭു, വായിക്കുന്ന സമയത്ത് വിളക്ക് ഊതി എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ റീഡിങ് പ്രഭു ജൂതവംശജൻ എന്നുള്ളത് ഓർക്കാം. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി? ലിൻ ലിത്ത് ഗോ പ്രഭു. അപ്പോൾ നമുക്ക് മീനിങ് തന്നെ ആലോചിക്കാം. ക്വിറ്റ് ഇന്ത്യ ആണ് ഗോ, വിട്ടു പോവുക. കിറ്റ് ആണ് ഗോ. അപ്പോൾ ലിൻ ലിത്ത് ഗോ. അപ്പോൾ ഗോയും കിറ്റും വെച്ച് ആലോചിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ലിൻ ലിത്ത് ഗോ ആയിരുന്നു എന്നുള്ളത് ഓർത്ത് വെക്കാൻ പറ്റും. ഇനി 32-ാമത്തെ ചോദ്യം, 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി വേവൽ പ്രഭുവാണ്. അപ്പോൾ വേവൽ പ്രഭുവാണ് 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി. അപ്പം നമ്മളത് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു
ഒരു ക്യാബിലൊക്കെ പോകുമ്പം ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഇപ്പം ക്യാബിൽ പോകുന്ന യാത്രക്കാരോട് ഡ്രൈവേഴ്സ് മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കാണലുണ്ട്. ഡോറ് ലോക്ക് ചെയ്ത് കളയുക, അവരെ അതിൽ ട്രാപ്പാക്കുക. അപ്പം ഇപ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ ഒരു വേവലാതി ഉണ്ട്. ക്യാബിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് വേവലാതി ഉണ്ടാവും. ഇവർ നമ്മളെ ഒറ്റയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ ഇൻസിഡൻറ്റ് കേൾക്കാറുണ്ട്, ടി വിയിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പം നമുക്കവിടെ വേവലാതി എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. 33 ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പോൾ അവസാനത്തെ തന്നെ നമ്മൾ അയാളെ ഓടിച്ച് മൗണ്ടിൻ്റെ മുകളിൽ കയറ്റി, അയാളെ ഓടിച്ച് മലയിൽ കയറ്റി എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഇപ്പം നമ്മൾ അയാളുടെ നാട് കടത്താൻ പറയുമ്പം സിനിമയിലൊക്കെ കാണലില്ലല്ലോ, കാട്ടിലേക്കോ മലേൻ്റെ മുകളിലേക്കൊക്കെ നമ്മൾ ഇപ്പോൾ സുന്ദരകില്ലാടി സിനിമയിലൊക്കെ ഉണ്ട്, ഒരു പെൺകുട്ടീനെ അവിടെ നിന്ന് നാട് കടത്തുന്ന സമയത്ത് എന്താ കഴുതപ്പുറത്ത് കയറ്റിയിട്ട് നാട് കടത്തുന്ന അതുപോലെ ഒരു മലേൻ്റെ മുകളിലേക്ക് മൗണ്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഇനി 34ാമത്തെ ചോദ്യം, ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി. അപ്പോൾ അവിടെ ജസ്റ്റ് കോഡൊന്നും ഞാൻ ആലോചിച്ചില്ല, അത് ഈസി ആയിട്ടുള്ള ഒരു ബൈഹാർട്ടായ സംഭവമായതുകൊണ്ട് അങ്ങനെ വിട്ടതാണ്. 35ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ലിൻ ഗോയാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ലിൻ ഗോയാണ്. അപ്പം ഞാനവിടെ ജസ്റ്റ് ലിൻ ലിത്ത് രണ്ടാൾക്കാർ ആയിട്ട് ഞാൻ ആലോചിച്ചു. ലിന് ലിത്ത് ഗോ, രണ്ടാൾക്കാരോട് പോകാൻ പറയണം. ലിൻ ലിത്ത് ഗോ. അപ്പോൾ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് രണ്ടാളോട് പറയണേ. രണ്ടാം ലോക മഹായുദ്ധം 2 പേര് ലിൻ ലിത്ത് ഗോ എന്നുള്ള രീതിയിൽ ഒരാൾ തന്നെയാണ്, നമ്മൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അടുത്തത് 36ാമത്തെ ചോദ്യം, ദത്തവകാശ നിയമം നിലവിൽ വന്നപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണാധികാരി ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിയമം നിലവിൽ വന്നപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണാധികാരി ഡൽഹൌസി പ്രഭുവാണ്. അപ്പം ഞാനത് ആലോചിക്കാൻ വേണ്ടി, നമ്മൾ ഇപ്പോൾ ദത്തെടുത്ത് നമ്മൾ ഹൗസിലേക്കാണ് കൊണ്ടുപോകുന്നത് കുട്ടികളെ. ഇപ്പോൾ ഏതെങ്കിലും അങ്ങനത്തെ കപ്പിൾസ് കുട്ടികളെ ദത്തെടുത്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുപോകുന്നു, ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. ആ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഡൽഹൌസി പ്രഭു എന്നുള്ളത് ഓർക്കാം. 37ാമത്തെ ചോദ്യം, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ ഗവർണർ ജനറലായ വ്യക്തി ഡൽഹൌസി പ്രഭുവാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ ഗവർണർ ജനറലായത് ഡൽഹൌസി പ്രഭുവാണ്. 35 വയസ്സായിരുന്നു. അത് ഞാൻ ജസ്റ്റ് കോഡ് കിട്ടിയിട്ടില്ല. 38ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സ്ഥാപിച്ച റെയിൽവേ കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. അപ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് ഹൗസിലേക്ക് വീട്ടിലേക്ക് ട്രെയിനിലാണ് പോകുമ്പോൾ, പൊതുവേ ഡൽഹിയിൽ നിന്നൊക്കെ ട്രെയിനിലാണ് പോകുക. ഡൽഹൌസി എന്നുള്ളത് ഡൽഹി ഹൗസ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ആലോചിക്കുക. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഹൗസിലേക്ക് ട്രെയിനിൽ, അത് മുംബൈ മുതൽ താനെ വരെ, ഡൽഹി എന്നല്ല, ഞാൻ പേര് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുംബൈ മുതൽ താനെ, ബോംബെ താനെ റെയിൽവേ സ്റ്റേഷനാണത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സ്ഥാപിച്ചത് ഡൽഹൌസിയാണ്. 39ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. അപ്പോൾ നമ്മൾ അതും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഡൽഹിയിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് തപാലിൽ ആണ് കാര്യങ്ങൾ പണ്ടൊക്കെ അയച്ചിരുന്നത്. ഇപ്പോൾ ഡൽഹൌസി, അവിടെ ഡൽഹിയിൽ നിന്ന് ഹൗസിലേക്ക് നമ്മൾ തപാൽ മുഖേന നമ്മൾ കത്തുകളും കാര്യങ്ങളൊക്കെ അയക്കുന്നു. അടുത്ത 40 ഡൽഹൌസിയാണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. അപ്പോൾ നമ്മൾ അതവിടെ ആലോചിക്കാൻ വേണ്ടി, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നുള്ളത് ഡൽഹൌസി. അപ്പോൾ DEL എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ ഡെൽ എന്ന് പറയുന്ന ബ്രാൻഡിലൊരു ലാപ്ടോപ്പ് ഉണ്ട്. അപ്പം നമ്മൾ അത് ആധുനിക ആയിട്ടുള്ളൊരു ടെക്നോളജി എന്നുള്ളത് ഇതിൽ ആധുനിക ഇന്ത്യയുടെ എന്നുള്ളത് ഡെൽ എന്നുള്ള ആ രീതിയിലാണ് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തത്. അപ്പം പുതിയ ടെക്നോളജിയാണല്ലോ ലാപ്ടോപ്പ്. അപ്പോൾ ഡെൽ എന്ന് പറയുന്ന ബ്രാൻഡ് ഡൽഹൌസി എന്നുള്ള ഡെൽ അവിടെ ആലോചിച്ച് ആധുനിക ഇന്ത്യ എന്നുള്ള രീതിയിൽ ആധുനിക ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൽ ഒരു ലാപ്ടോപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ ഡൽഹൌസി ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നുള്ള രീതിയിൽ ഓർക്കാം. 41ാമത്തെ ചോദ്യം, 1855-56 കാലഘട്ടത്തിൽ സാന്താൾ കലാപം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. അപ്പോൾ സാന്താൾ കലാപം നടക്കുന്ന സമയത്ത് ഈ ഡൽഹൌസിയാണ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ. അപ്പോൾ ഞാൻ അവിടെ സാന്താൾ സായും ഡൽഹൌസിൻ്റെ ഡായും, സായും ഡായും ഏകദേശം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപോലെ വരുന്ന സാധനമാണല്ലോ. സാ അങ്ങനെ എഴുതുന്നു, ഡാ കുത്തനെ എഴുതുന്നു. അപ്പോൾ ഡൽഹൌസി, സാന്താൾ, ആ രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെക്കാം. 42ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കിയിൽ സ്ഥാപിച്ച ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. അപ്പോൾ ഡൽഹൌസിയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കിയിൽ സ്ഥാപിച്ചത്. അപ്പം നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഭയങ്കര നിർബന്ധിക്കുമല്ലോ, ഡൽഹൌസി നമ്മുടെ ഹൗസിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മളിവിടെ 42 ക്വസ്റ്റ്യൻസാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 2-3 ക്വസ്റ്റ്യൻ നമുക്ക് കോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കുറേ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് എത്രത്തോളം കണക്റ്റ് ആവുന്നുണ്ടെന്ന് നോക്കുക. അതുപോലെ നമ്മൾ കോഡുകൾ മാത്രമായിട്ട് ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.